ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷൈൻ വീഡിയോസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വിഷു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. അതിനായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് കണിക്കൊന്നപ്പൂ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതിൻ്റെ ഒരു കിടിലൻ വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അതിനായിട്ട് ഞാനൊരു ഓർഗൻ ക്ലോത്ത് എടുത്തിട്ടുണ്ട്. അതിനെ ത്രികോണാകൃതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു രീതിയിൽ നമ്മളിങ്ങനെ മടക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇത് അതിൻ്റെ ഒരു പെറ്റൽസ് മാത്രമാണ്. ഇതുപോലെ കുറേ അധികം നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതിനെല്ലാം നമുക്ക് ഒരു കമ്പിയിലേക്ക് ഇങ്ങനെ വെച്ച് ചുറ്റി കൊടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു കമ്പി എടുക്കുക. അതിനുശേഷം നമ്മുടെ ഈ ഒരു പെറ്റൽസുകളെ അതിലേക്ക് ഇങ്ങനെ വെച്ച് നല്ലതുപോലെ നൂല് കൊണ്ട് ഇങ്ങനെ ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒരു ഫ്ലവറിൽ നമുക്ക് 5 പെറ്റൽസുകളാക്കി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നല്ല ഭംഗിയായിട്ട് നൂലൊക്കെ ചുറ്റി നല്ല ഫിറ്റായിട്ടിരിക്കുന്ന രീതിയിൽ തന്നെ 5 ഇതളുകൾ വെച്ചുകൊണ്ട് നമുക്ക് ഒരു ഫ്ലവറിനെ ഉണ്ടാക്കിയെടുക്കാം. അതിനുശേഷം ഒരു ഗ്രീൻ ടാപ്പ് വെച്ചുകൊണ്ട് നമുക്ക് അതിന് മൊത്തത്തിൽ ഇങ്ങനെ കവർ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കിട്ടുന്ന ലുക്ക് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഈ ഒരു രീതിയിൽ 5 പെറ്റൽസുകളുള്ള പൂക്കളും അതുപോലെ തന്നെ 4 പെറ്റൽസുകളുള്ള പൂക്കളും അതുപോലെ തന്നെ 3 പെറ്റൽസുകളുള്ള പൂക്കളുമായിട്ട് 3 വിഭാഗമാക്കി നമ്മൾ ഇതിലിങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലത്തെ 2 പീസ് എടുക്കുക. അതിന് ഒരെണ്ണം എടുത്ത് ഇതുപോലെ ഇങ്ങനെ ചുരുട്ടിയെടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം അതിനെ നല്ലതുപോലെ ഇങ്ങനെ കമ്പി കൊണ്ട് ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഗ്രീൻ ടാപ്പ് വെച്ചുകൊണ്ട് തന്നെ മൊത്തത്തിൽ ഇങ്ങനെ കവർ ചെയ്ത് ചുറ്റിയെടുക്കുക കേട്ടോ. ഇത് 2 ഇതളുള്ള ഫ്ലവറാണ്. അപ്പോൾ അതിൻ്റെ 2 സൈഡിലായിട്ട് നമുക്കിതുപോലെ തന്നെ ഓരോരോ ഇതളുകൾ ഇങ്ങനെ വെച്ച് കൊടുക്കാം. നല്ലതുപോലെ നൂല് ചുറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് ഇങ്ങനെ ഉറപ്പിച്ച് നിർത്തുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത്ര മാത്രമേ അതിൽ ചെയ്യാനായിട്ടുള്ളൂ. ഇനി നമ്മൾ ഇതുപോലത്തെ ഒത്തിരി പൂമൊട്ടുകളെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ ഗ്രീൻ കളർ ഓർഗൻ ക്ലോത്ത് കൊണ്ടും നമ്മൾ പൂമൊട്ടുകളെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊരു വലിയ കമ്പി എടുക്കുക. ആ ഒരു കമ്പിയുടെ അറ്റത്തായിട്ട് നമുക്ക് ആ ഗ്രീൻ കളറിലുള്ള ആ ഒരു പൂമൊട്ടുകളെ അതിലേക്ക് ഇങ്ങനെ വെച്ച് ഗ്രീൻ ടാപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അതിനുശേഷം യെല്ലോ ഷെയ്ഡ് വരുന്ന പൂമൊട്ടിനെയാണ് വെച്ച് കൊടുക്കുന്നത്. അതിൻ്റെ മുകളിലായിട്ട് യെല്ലോ കളറിൽ വരുന്ന പൂമൊട്ടുകളെ കൂടി വെച്ച് കൊടുക്കുന്നു കേട്ടോ. അപ്പോൾ ഗ്യാപ്പുകൾ വരാതിരിക്കാൻ വേണ്ടി നോക്കുക. ഗ്യാപ്പുകൾ വരുന്ന ഭാഗങ്ങളിലെല്ലാം ഇതുപോലെ ഇങ്ങനെ വെച്ച് നമുക്ക് ഈ ഗ്രീൻ ടാപ്പ് ഇങ്ങനെ ചുറ്റി കൊടുക്കാം. അതിനുശേഷം 2 ഇതൾ വരുന്ന പൂവിനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ മുകളിലായിട്ട് 3 ഇതളുകൾ വരുന്ന പൂക്കളെയാണ് വെച്ച് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് 4 ഇതളുകൾ വരുന്ന പൂക്കളെയാണ് വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ മൊത്തത്തിൽ നമുക്ക് ഗ്യാപ്പുകളില്ലാത്ത രീതിയിൽ തന്നെ ഇങ്ങനെ ചുറ്റി കൊടുക്കാം. ഇങ്ങനെ മൊത്തമായിട്ടുള്ള 4 ഇതളുകളുള്ള പൂക്കൾ വെച്ചതിന് ശേഷം പിന്നെ അതിൻ്റെ മുകളിലായിട്ട് 5 ഇതളുകൾ വരുന്ന പൂക്കളാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. ഇനി അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിനെ മൊത്തത്തിൽ ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിനെ എല്ലാ ഭാഗത്തും കാണുന്ന രീതിയിൽ തന്നെ നമുക്ക് ആ പൂക്കളെ ഇങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. അടുത്തതായിട്ട് ഒരു ഗ്രീൻ കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. അതിനെ 4 ഭാഗമാക്കി ഇതുപോലെ ഇങ്ങനെ മടക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിലേക്ക് ഒരു ഇലയുടെ ഷേപ്പിൽ നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു കമ്പി എടുക്കുക. ആ ഒരു കമ്പിയിൽ നമുക്ക് ഇതുപോലെ ഗ്രീൻ ടൈപ്പ് ഇങ്ങനെ മൊത്തത്തിൽ ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു കമ്പിയിലേക്ക് ഇങ്ങനെ ചുറ്റിയെടുത്തതിന് ശേഷം കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഈ ഒരു ലീഫിനെ അതിലേക്ക് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ മുകളിലായിട്ട് മറ്റൊരു ലീഫ് കൂടി ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതിൻ്റെ സൈഡ് ഭാഗങ്ങളിലും ഇതുപോലെ തന്നെ ലീഫുകളെ ഇങ്ങനെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. മൊത്തത്തിൽ നമുക്ക് 5 ലീഫുകളാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ മൊത്തത്തിൽ ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം. കൂട്ടുകാരെ, നിങ്ങൾ ആദ്യമായിട്ടാണ് ഷൈൻ വീഡിയോസ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് കൊടുക്കുക. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ലീഫ് ഉണ്ടല്ലോ, ആ ഒരു ലീഫിനെ മൊത്തത്തിൽ ഇങ്ങനെ പെയിൻറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അക്രിലിക്കിൻ്റെ ഗ്രീൻ കളറാണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം ഇതുപോലെ ഇങ്ങനെ ഒരു ഡിസൈനൊക്കെ അതിലിങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കതിന് മൊത്തമായിട്ട് ഇങ്ങനെ ആ ഡിസൈനൊക്കെ കൊടുത്തെടുക്കാം. ഇതുപോലെ തന്നെ മറ്റൊരു ലീഫ് കൂടി നമ്മളിവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു 2 ലീഫും കൂടിയിട്ട് നമുക്ക് ആ ഒരു ഫ്ലവറിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കണം. അതിനായിട്ട് ഇതിങ്ങനെ വെച്ചതിന് ശേഷം ഗ്രീൻ ടാപ്പാണ് ചുറ്റി കൊടുക്കുന്നത്. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മുടെ കണിക്കൊന്നപ്പൂ റെഡി ആയിരിക്കുകയാണ്. അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോയുമായിട്ട് വരാം കേട്ടോ. താങ്ക് യു.